നമസ്കാരം സർ. നമസ്കാരം. പാക് അധിനിവേശ കാശ്മീരിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടക്കൊല തന്നെയാണ് അവിടെ പാകിസ്ഥാൻ പട്ടാളം നടത്തുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. വലിയ രീതിയിലുള്ള മാധ്യമങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള കർശനമായിട്ടുള്ള തടസ്സങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവിടുന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പലപ്പോഴും പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഭാരതത്തിലേക്ക് ചേരണമെന്നുള്ളത് അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നുള്ളത് മറ്റൊരു വിഷയം. കാരണം അവിടെയും പലപ്പോഴും ഭാരതത്തോട് വിരോധം കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭീകരവാദ ക്യാമ്പുകൾക്ക് സ്ഥലമൊരുക്കിയിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ പോലും ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങൾ പാക് അധിനിവേശ കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യദിനം വരുന്നു. പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനം എന്നവർ പറയുന്ന ഓഗസ്റ്റ് 14 വരുന്നു. എങ്ങനെ കാണുന്നു ഇതിനെ? അതിനോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ ഓഗസ്റ്റ് 11 സ്വതന്ത്ര രാജ്യമായി സ്വയം പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരവരുടേതായിട്ടുള്ള പതാകയും ദേശീയ ഗാനവും എല്ലാം ഔദ്യോഗിക പ്രസ്താവനയും എല്ലാം ഇറക്കി കഴിഞ്ഞു. എങ്ങനെ കാണുന്നു ഈ സാഹചര്യത്തെ? ഈ സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് വരുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തൊട്ടു മുമ്പേ ദിവസം ഓഗസ്റ്റ് 14 വിഭജന ഭീകരത ദിനമായിട്ട് നമ്മുടെ ഇന്ത്യ മുഴുവൻ ആചരിക്കുകയാണ്. കേരളത്തിലേ ഉള്ളൂ അതിൻ്റെ ഒരു ആചാരവും ആചാരമില്ലാത്തത്. ആചാരമാണ്, ആഘോഷമല്ല. അതില്ലാത്തതിൻ്റെ കാര്യം ഇവിടെയുള്ള ഇടത് വലത് മുന്നണികൾക്കെല്ലാം ഭയമുണ്ട്. അത് ആചരിച്ചു കഴിഞ്ഞാൽ മലപ്പുറത്തു നിന്ന് തങ്ങളെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഇല്ലാതാവും. വയനാട്ടിൽ നിന്ന് തങ്ങളെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഇല്ലാതാവും എന്ന ഭീതിയാണ്. അതുകൊണ്ട് ഈ പാർട്ടികൾ രണ്ടും കൂടി ചേർന്ന് സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്, ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വേറിട്ട എന്തോ ഒരു സംസ്ഥാനമാണ്, സംഭവമാണ്. ഇത് കേരളമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അത് സർ CP രാമസ്വാമി അയ്യരുടെ നയമാണ്. അമേരിക്കൻ മോഡലിൽ സ്വതന്ത്ര തിരുവിതാംകൂർ ഉണ്ടാക്കുക എന്ന്. അന്ന് അദ്ദേഹത്തെ എതിർക്കുകയും അദ്ദേഹത്തിന്റെ മൂക്ക് കുറിച്ച് കളയുകയും ചെയ്ത ഇടതുപക്ഷം RSP കാരനായിരുന്നു അതിന്റെ പേരിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവർ തന്നെയാണ് ഇപ്പോൾ കേരളത്തെ ഇന്ത്യയിൽ നിന്ന് വേറിട്ട ഒന്നാക്കി നിലനിർത്തിക്കൊണ്ട് അവരുടെ വോട്ട് ബാങ്കുകളെ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഉണ്ടായിരുന്നു അവരുടെ. നമ്മളിപ്പോൾ അന്ന് പാക് ഓക്കുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള സ്ഥലമാണ്, നമ്മുടെ സ്ഥലമാണ്. അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 90 പേരെ പാകിസ്ഥാൻ പട്ടാളം ഇതിനകം കൊന്നു കുഴിച്ചു മൂടിക്കളഞ്ഞു. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത കൊലപാതകം. എന്തിനായിരുന്നു? അവര് JAC എന്ന് പറയുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ ജമ്മു കാശ്മീരിലെ പൗരന്മാരെല്ലാവരും കൂടി സമരം നടത്തി, ഒരു ലോങ് മാർച്ച് നടത്തി. എന്തിനു വേണ്ടി? പരമ്പരാഗതമായിട്ട് ആ പ്രദേശത്ത് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാപഢ്യം നിറഞ്ഞ തെരഞ്ഞെടുപ്പ്, തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന 2 കക്ഷികൾ ചേർന്ന് അവിടെ പങ്കുവയ്ക്കുകയാണ്. മൂന്നാമതൊരു കക്ഷിയായിട്ടുള്ള ഇമ്രാൻഖാന്റെ ഇൻസാഫ് പാർട്ടിക്ക് അവിടെ യാതൊരു വിധമായിട്ടുള്ള സീറ്റും അവർ കൊടുക്കുകയില്ല. ആ തരത്തിലാണ്. പത്ര സ്വാതന്ത്ര്യമില്ല, മാധ്യമങ്ങളെ അങ്ങോട്ട് കടത്തിവിടുകയില്ല. ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ അടിയന്തരാവസ്ഥ പോലൊരു അടിയന്തരാവസ്ഥ അവിടെ നിലനിർത്തിക്കൊണ്ട് ഇതിനോടകം 90 POJK എന്ന് പറഞ്ഞ ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാൻ പൗരന്മാരെ അവിടെ കൊന്നൊടുക്കിയിരിക്കുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരൊറ്റയാളെ പോലും കൊല്ലാതെ ജന്തർ മന്ദറിൽ നടന്ന ഭീകരന്മാരും ISI ചാരന്മാരും ഒക്കെ പങ്കെടുത്ത സമരത്തെ ധീരമായി നേരിട്ടു. ഒരു സ്വാതന്ത്ര്യവും മുടക്കിയില്ല. ഇവിടെ ഇപ്പോൾ സെൻസർഷിപ്പാണ്. വിദേശത്തു നിന്ന് വരുന്ന പത്രക്കാർക്ക് NOC വേണം ആ പ്രദേശം സന്ദർശിക്കാൻ. ഇങ്ങനെ മനുഷ്യ അവകാശങ്ങളെ നഗ്നമായിട്ട് ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നതിനെതിരെ ഈ ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് സ്വാതന്ത്ര്യം പ്രാപിച്ച ദിനങ്ങളിലേക്ക് പോകുമ്പോൾ ബ്രിട്ടനിലെ ബ്രാഡ്ഫോർഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ POJKയിലെ പൗരന്മാരും അതുപോലെ തട്ടമിട്ട സ്ത്രീകളും എല്ലാം അവിടെ വമ്പിച്ച പ്രതിഷേധത്തിലാണ്. വിദേശ രാജ്യങ്ങളിൽ ഇടപെടണം, അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നുള്ളവരിൽ. POJKയിൽ മാത്രം ഒതുങ്ങുന്നതല്ല പാകിസ്ഥാന്റെ വിഭജനം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ദിവസമാണ് 15 പേര് കൊല്ലപ്പെട്ടത്. അതിൽ 13 പേര് പട്ടാളക്കാരായിരുന്നു. ഈ ഓഗസ്റ്റ് 13 ഏതാനും ദിവസങ്ങൾക്കകം ബലൂചിസ്ഥാൻ സ്വന്തം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല അവശേഷിക്കുന്നത് അവിടെ പസ്തൂൺ ഖൈബർ മേഖലകളിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പിന്തുണയോടുകൂടി അവിടെ വമ്പിച്ച തോതിലുള്ള പട്ടാളക്കാർക്ക് നേരെയുള്ള ആക്രമണം നടക്കുകയാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റിനെ അവർ അംഗീകരിക്കുന്നതില്ല. അവരംഗീകാരം കൊടുക്കുന്ന ഇമ്രാൻഖാന് മാത്രമാണ്. അത്തരത്തിലുള്ള ഒരു വിഭാഗീയതയും വിഘടനവാദവും അതിശക്തമായിട്ട് പാകിസ്ഥാനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു. അത് പസ്തൂൺ ഖൈബർ മേഖലയിലാണ്. ഖൈബർ പാസ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഹിമാലയത്തിൽ കൂടി
ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു വഴിയാണ്. അവിടെയാണ് പാകിസ്ഥാൻ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ സിന്ധ് സെപ്പറേറ്റിസം, സിന്ധ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന പ്രദേശമാണ്. അവിടെ നിന്നാണ് LK അദ്വാനി ഉൾപ്പെടെ ആൾക്കാർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് അഭയാർത്ഥികളായിട്ട്. കൊലവിളികളുമായിട്ട് മുസ്ലിങ്ങൾ വന്നപ്പോൾ ഒരുപാട് പേരെ കൊന്നപ്പോൾ അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് LK അദ്വാനി ആൾക്കാർ. നമുക്കറിയാം സിന്ധു ദേശം എന്ന് പറയുന്ന പ്രത്യേക രാജ്യം വേണമെന്നുള്ള അവരെയും പട്ടാളം അവരെ അടിച്ചമർത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ പാക് സോവറിറ്റി എതിർക്കുന്ന ഒരു പ്രദേശമാണ് പഞ്ചാബും ഇസ്ലാമാബാദും. അവരുടെ തലസ്ഥാനം തന്നെ പാകിസ്ഥാൻകാരല്ല ഞങ്ങളെന്ന് വാദിക്കുന്ന ജനവിഭാഗങ്ങളാൽ ഭരിതമാണ്. അവിടെയും പട്ടാളത്തിന്റെ സൗകര്യം അത് തലസ്ഥാനത്തോട് അടുത്തായതുകൊണ്ടുള്ള സൗകര്യം, പട്ടാള ക്യാമ്പുകൾ ഉള്ളത് കൊണ്ട് മാത്രം അവിടെ നിലനിന്നു പോകും. എനിക്ക് തോന്നുന്നു പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രം തന്നെ ആസ്ഥാനം തന്നെ ഇസ്ലാമാബാദ് അവിടെ തന്നെ ഉണ്ട്. റാവൽപിണ്ടിയിലാണ് പ്രധാനമെങ്കിലും പട്ടാള ശക്തി കൊണ്ട് മാത്രം അവിടുത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ അവകാശമോഹങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ആകപ്പാടെ ടുക്കടെ എന്നാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാർ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടും ഇന്ത്യയെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടും നടത്തിക്കൊണ്ടിരുന്ന മുദ്രാവാക്യം. അതുപോലെ തന്നെയാണ് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ബിൽ. അത് അവതരിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അതേ മുദ്രാവാക്യം തന്നെയാണ് ഷാഹിൻബാദിൽ അവര് ടുക്കടെ കരോ, കട്ടിംഗ് ദി സൗത്ത് മുതലായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയെങ്കിലും ഇന്ത്യയിൽ ഒരു സൗത്ത് ഇന്ത്യനും സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നില്ല. ഒരാളും വാദിക്കുന്നില്ല, ഒരിടത്തും വാദിക്കുന്നില്ല, ഒരു പ്രക്ഷോഭവും അതിന്റെ പേരിൽ ഉണ്ടാവുന്നില്ല. അതിന്റെ മറവിൽ നടത്തുന്ന ചില ബഹളങ്ങൾ, അതിന്റെ മറവിൽ പാർലമെന്റിലെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു തൂണിനെ വെട്ടിക്കളയാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമമായി നടക്കുന്നുള്ളൂ. ഇതിപ്പോ നോക്കിക്കോളൂ, 2 ദിവസത്തിനകം അതിന്റെ ആ പണി ചെയ്യുന്ന ആളിന്റെ കോടാലി തകർക്കും ഇന്ത്യ ഗവൺമെന്റ്. അതിനുള്ള തന്ത്രങ്ങൾ അകത്തളത്ത് ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. ഇതെങ്ങനെ നേരിടണമെന്നുള്ള ഉറച്ച ഭരണം നടത്താൻ മോദിക്ക് അറിയാം. പാകിസ്ഥാനിലെ ഭീകരവാദികളെ പേടിക്കാത്ത മോദിക്ക്, അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് ഈ രാഹുൽ ഗാന്ധിയൊന്നും പേടിക്കേണ്ട, ഒരു അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് മുമ്പ് പേടിച്ചു നോക്കുമെന്നൊക്കെ പറയുന്നത് നിങ്ങൾ സ്വയം പരിഹാസ്യരായി തീരുകയാണ്. അമിത്ഷായുടെ വാക്കുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയെ പേടിച്ചിട്ടില്ല പിന്നല്ലേ. അതെ, അതുപോലെ തന്നെ മനോജ്, ഈ 2022 മുതൽ ആണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു വീര്യം ജനങ്ങളിലേക്ക് ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റി. അന്ന് കേരളത്തിലൊന്നും വലിയ ആഘോഷമൊന്നുമില്ലായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം. അന്ന് ഞാൻ മുംബൈയിലുണ്ടായിരുന്നു. മുംബൈയിലെ ഛത്രപതി ശിവജി സ്റ്റേഡിയത്തിനടുത്ത് നമ്മളൊന്ന് കാണണമായിരുന്നു. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ആ ടാറ്റയുടെ ഹോട്ടലിന്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് എന്തൊരു ആവേശമാണ്. കടലിനെ പോലെ, തൊട്ടടുത്ത് കടലുണ്ട്, ആ ഇന്ത്യ മഹാസമുദ്രം, ആ കടലിനെ പോലെ ഇരമ്പിയ ഒരു ആവേശം, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ആവേശം. ഒരു പക്ഷേ നമ്മളെ വാഗാ അതിർത്തിയിൽ കാണുന്നത് പോലെയുള്ള ആ കൊടിമാറുന്ന സമയമുണ്ട്, ഗാർഡ് ഓഫ് ചേഞ്ച് ഓഫ് ഗാർഡ്, ആ സമയത്തെ അത്ര ഗംഭീരവും വീര്യമേറിയതുമായിരുന്നു. മുസ്ലിങ്ങൾ ഉൾപ്പെടെ തൊപ്പിയിട്ട, മുസ്ലിങ്ങൾ ബെൽറ്റ് ക്യാപ്പിട്ട മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാണിച്ച ആവേശം ഈ നരേന്ദ്രമോദിക്ക് ശേഷമേ അത് വന്നിട്ടുള്ളൂ. ഇന്ദിരാഗാന്ധി ഇരുന്നപ്പോൾ, രാജീവ് ഗാന്ധി ഇരുന്നപ്പോൾ, സാക്ഷാൽ നെഹ്റു ഇരുന്നപ്പോൾ നടന്നിട്ടില്ല. ഇപ്പോൾ ഒരു വാദമുണ്ട്, എന്താണെന്നറിയാമോ? അതായത് IS-ന്റെ ആൾക്കാർ നുഴഞ്ഞു കയറി, അതുപോലെ വിഘടനവാദികൾ നുഴഞ്ഞു കയറി, ഭീകരവാദികൾ നുഴഞ്ഞു കയറി എന്നുള്ളത് അറിയാതിരുന്നത് ഇവിടുത്തെ മോദി ഗവൺമെന്റിന്റെ അമിത്ഷായുടെയും പരാജയമാണ്. എങ്കിൽ സാറേ, ഞാനൊന്ന് ചോദിക്കുന്നു, മഹാത്മാഗാന്ധിയെ കൊന്നപ്പോ ആരായിരുന്നു പ്രധാനമന്ത്രി? അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് എവിടെ പോയി? ഇന്ദിരാഗാന്ധി സ്വന്തം ബിയാൻ സിംഗ് എന്ന് പറയുന്ന സ്വന്തം സെക്യൂരിറ്റി ഗാർഡിനാൽ കൊല്ലപ്പെട്ടപ്പോ ഇന്ത്യയുടെ ഇന്റലിജൻസ് എവിടെ പോയി? രാഹുൽ ഗാന്ധിയെ തമിഴ്നാട്ടിൽ പെരുമ്പതൂരിൽ, രാജീവ് ഗാന്ധിയുടെ, അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയെ പെരുമ്പതൂരിലിട്ട് തമിഴ് തീവ്രവാദികൾ കൊന്നപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ഇന്റലിജൻസ്? നാണമില്ലേ ഇപ്പൊ ചോദിക്കാൻ? ഇത് ഇന്റലിജൻസ് ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു, വലിയൊരു കലാമിറ്റിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചു. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഭാരതത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം ഒരു 4 ദിവസങ്ങൾ ഒരു 13 ഭീകരവാദികൾ കൈയടക്കി വെച്ചിരുന്നപ്പോൾ എവിടെ പോയിരുന്നു സാർ? മുംബൈയിൽ ഭീകരാക്രമണ സമയത്ത് അവരെ സഹായിക്കുന്ന, ചൈനയെ സഹായിക്കുന്ന, പാകിസ്ഥാനെ സഹായിക്കുന്ന, മോദിയെ തകർക്കാൻ വേണ്ടി എന്തിനും മടിയില്ലാത്ത, സ്വന്തം നാത്തുന്റെ കണ്ണീര് കാണാൻ സ്വന്തം ആങ്ങളെ കൊല്ലാൻ മടിക്കാത്ത മനോഭാവമല്ലേ നിങ്ങളുടേത്? വൃത്തികെട്ട
ഒരു അധമ മനോഭാവവുമായിട്ട് നടക്കുന്ന പ്രതിപക്ഷം തീർച്ചയായിട്ടും. പാർലമെന്റിനെ എത്ര ദിവസം 17 ദിവസമായിട്ട് നിങ്ങൾ സ്തംഭിപ്പിക്കുകയല്ലേ? അതെ. അമിത്ഷാ എവിടെ നിന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ ധാർമ്മിക അവകാശം? അതെ. അങ്ങേര് എല്ലാ ദിവസവും പാർലമെന്റ് വരുന്നുണ്ട്. വരുന്നുണ്ട്. 10 മണിയാകുമ്പോൾ ലോക്സഭയിൽ ചോദ്യോത്തരവേളയ്ക്ക് ഉത്തരം പറയാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇത് സ്തംഭിപ്പിക്കുന്ന നിങ്ങൾ അമിത്ഷാ ഉത്തരം പറയണമെന്ന് പറയുക. നിങ്ങൾ ആ സമയം സ്തംഭിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഉത്തരം പറയുന്നത്? 11 തൊട്ട് 12 വരെ രാജ്യസഭയിലും അദ്ദേഹം പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴും ഇതേ സ്തംഭനം തന്നെയാ. 12-ാം തീയതി FCRA ബില്ല് വരുന്നുണ്ട്. അതിന്റെ ഉത്തരത്തിൽ പുള്ളി പറഞ്ഞു FCRA ബില്ല് കൊണ്ടുവരും. അപ്പൊ അമിത്ഷായുടെ ഭീരുത്വം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഉണ്ടെന്ന്. ഇന്ത്യയെ ഇന്ന് സുരക്ഷിതമായിട്ടൊരു മേഖലയാക്കി നിർത്തിയിരിക്കുന്നത് അമിത്ഷായുടെ, അജിത് ഡോവലിന്റെ, നരേന്ദ്രമോദിയുടെ ധൈര്യമാണ്. നിങ്ങളുടെ ധൈര്യം ഇവിടെ പോയി പടക്കം പൊട്ടുന്നത് പോലെ, ദീപാവലിക്ക് പടക്കം പൊട്ടുന്ന പോലെ ബോംബുകൾ പൊട്ടിച്ചേർന്ന സമയത്ത് നിസ്സഹായരായിട്ട് ഈ കർത്തവ്യത മൂഢരായിട്ടിരുന്ന നിങ്ങൾ പാർലമെന്റ് സംബന്ധിച്ചുകൊണ്ട് വീരസ്യം കാണിക്കുന്നു. നിങ്ങളാണ് ഭീരുക്കൾ. അല്ല സാറേ, ഒരു കണക്ക് മാത്രം പറ്റും. വെറുതെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 2004 മുതൽ 2013 വരെ ഭാരതത്തിൽ നടന്ന ഇസ്ലാമിക ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 8500 ഭാരതീയരാണ്. ആലോചിച്ച് നോക്കൂ. 10,000-നടുത്ത ആളുകൾ 10 വർഷങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു വർഷം ഒരു ശതമാന കണക്കെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആവറേജ് കണക്കെടുത്താൽ 1000 ഭാരതീയരെ കൊലയ്ക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്നത്തെ ഒരു സുരക്ഷിതമായ അവസ്ഥയിലെത്തിയത്. അതേപോലെ സാറ് തിരങ്കയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. വളരെ അഭിമാനവും സന്തോഷവും തോന്നിയൊരു കാര്യം, ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിൻ്റെ വാർഷികം ആഘോഷിച്ചതല്ലേ ജമ്മു ആൻഡ് കാശ്മീരിൽ 350 അടി നീളമുള്ള ത്രിവർണ പതാകയുമായിട്ട് സാറ് നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിങ്ങളാണ് തെരുവിലിറങ്ങി ജാഥ നയിച്ചത്. അവര് വന്ദേമാതരം വിളിച്ചു. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തിന് അവര് വന്ദേമാതരം മുഴുവൻ ചൊല്ലി. പകുതി മുറിച്ചു കളഞ്ഞ വന്ദേമാതരം അല്ല അവര് ചൊല്ലിയത്, മുഴുവനായിട്ട് ചൊല്ലി. അതാണ് ഇന്ത്യ ദേശാഭിമാനം. എന്നിട്ട് മലപ്പുറത്തെയും വയനാട്ടിലെയും മുസ്ലിങ്ങളെ പേടിച്ചുകൊണ്ട് സത്യം പറയാതിരിക്കുന്ന കോൺഗ്രസും CPM-ഉമാണ് നമ്മൾ. അവരല്ലേ ഭീരുക്കൾ? ധീരമായിട്ട് പോകുന്നു. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കനുസരിച്ച് രാജ്യത്തിന്റെ ജുഡീഷ്യറിയെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അനാവശ്യമായിട്ടുള്ള വോട്ട് ചോരി മുതലായ മുദ്രാവാക്യങ്ങൾ പറയാതെ, ചൗക്കീദാർ ചോർ എന്നുള്ള മുദ്രാവാക്യങ്ങൾ പറയാതെ തന്നെ അന്തസ്സായിട്ടും സത്യസന്ധമായിട്ടും ജനവിധിയെ ബഹുമാനിച്ചു. സാറേ, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ ചൗക്കീദാർ ചോർ ഹേ എന്നുള്ള ആരോപണം പരാജയപ്പെട്ടു, തകർന്നടിഞ്ഞു. അതിന്റെ മറുപടിയായിട്ട് ചൗക്കീദാർ ഷേർ ഹേ എന്നുള്ള മറുപടി തയ്യാറാക്കിയത് ഒരു മുസൽമാനാണ്. അയാളുടെ പേര് ഞാൻ മുസൽമാനാണ്. എനിക്കത് വ്യക്തമായിട്ട് അറിയാം. ആളെ എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം. ചൗക്കീദാർ ഷേർ ഹേ. ഇനി ഒരു ഷേർവാണിയാണ് സാറേ കാശ്മീരിൽ, ജമ്മു ഷേർവാണി ഒരു മുസ്ലിമാണ്. പാകിസ്ഥാനികളെ ജമ്മു ആൻഡ് കാശ്മീർ 1947 ട്രാപ്പിലാക്കിയത്, വഴി തെറ്റിച്ച് കാണിച്ചു കൊടുത്തു, അവരെ വട്ടം കറക്കി. ഒരു ഷേർവാണി എന്നുള്ള പേര് കേട്ടപ്പോ പാകിസ്ഥാനിലെ പട്ടാളക്കാർ ഇയാള് നമ്മളെ സഹായിച്ചു. ദേശീയ ബോധമുള്ള ഷേർവാണി അവരെ പലവട്ടം വഴി തെറ്റിച്ചതുകൊണ്ടാണ് അവർ തോറ്റു തുന്നം പാടിയത്. അല്ല, ഇന്ത്യക്ക് അന്ന് വലിയ സൈനിക ശക്തിയൊന്നുമില്ല. മാത്രമല്ല കൃത്യമായിട്ട് ഇടപെടാൻ നെഹ്റു സമ്മതിച്ചിട്ടുമില്ല. ആ സമയത്ത് സമ്മതിച്ചിട്ടില്ല. നെഹ്റു ഭീരു ഭീരു. നേരിടാൻ തയ്യാർ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഭീരു. അന്ന് ഇസ്രായേൽ പറഞ്ഞതാണ് പാകിസ്ഥാൻ ആറ്റോമിക് ബോംബ് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഇത് തകർത്തു തരാം, ഞങ്ങൾക്ക് കുറച്ച് ഗ്യാസോലിൻ തന്നാൽ മതി എന്ന്. ഇന്ദിരാഗാന്ധി പേടിച്ചു പറച്ചു, കൊടുത്തില്ല അനുവാദം. അന്നുണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ ഈ ഭീഷണി പ്രോക്സി വാർ ഉണ്ടല്ലോ ഇല്ലാതാക്കുമായിരുന്നു. ഈ പ്രോക്സി വാർ അവർ ഇസ്ലാമിക ബോംബിന്റെ ബലത്തിൽ കളിച്ചു. നിങ്ങൾ നിസ്സഹായമായിട്ട് നോക്കൂ എവിടെ നിന്ന് പ്രോക്സി വാർ? നിങ്ങളുടെ കാലത്ത് നടമാടിയിരുന്ന അഴിഞ്ഞാടിയിരുന്ന പ്രോക്സി വാർ ഇന്നുണ്ടോ? നിഴൽ യുദ്ധം കാശ്മീരിൽ നടത്തിക്കൊണ്ടിരുന്ന പണ്ഡിറ്റുകളെ കൊല ചെയ്തുകൊണ്ട്, സ്കൂളുകൾ തകർത്തുകൊണ്ട്, പാലങ്ങൾ തകർത്തുകൊണ്ട് നടത്തിയ അഭ്യാസം ഇന്ന് നടക്കുന്നുണ്ടോ? എവിടെ? കാശ്മീരിന്റെ 370-ാം വകുപ്പ് പുഷ്പം പോലെ എടുത്ത് കളഞ്ഞു. അതാണ് നരേന്ദ്രമോദി, അമിത്ഷാ. ആ ധൈര്യം കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി കാണിച്ചിട്ടുണ്ടോ? കാരണം ഈ വരുന്ന രാഹുൽ ഗാന്ധി കാണിക്കുമോ? അതെ, ഫറൂഖ് അബ്ദുള്ളയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മോദി 10 തവണ പ്രധാനമന്ത്രി ആയാലും 370 മാറില്ല, മോദി പോയാലും 370 കാണുമെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നു. തല പോയാലും നീതി നടപ്പാക്കും. അതാണ്, അല്ലാതെ കണ്ട് അവിടെ ഇവിടെയുള്ള ഭീകരവാദികളെ പേടിച്ചുകൊണ്ടുള്ള നയമല്ല നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കൂടി പ്രകോപിപ്പിച്ച് ഇന്ത്യയെ കത്തിക്കാമെന്ന് വിചാരിക്കാൻ നിങ്ങളുടെ ദുഷ്ടലാക്കാണ്. ആ ഭീകരവാദികളുടെ ദുഷ്ടലാക്കിനേക്കാൾ വളരെ വൃത്തികെട്ട ദുഷ്ടലാക്ക് എന്ന് തന്നെ ഇന്ത്യ നിങ്ങളെ വോട്ട് ചെയ്ത ആൾക്കാർ നാളെ പറഞ്ഞ് നിങ്ങൾ ചെകിട്ടത്തടിക്കും. ആ ഒരു കാലമാണ് നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്. നോക്കൂ, ഇപ്പം നേപ്പാളിലെ വിപ്ലവത്തെ കൊണ്ട് ആവേശം കൊണ്ടല്ലോ ഇപ്പൊ നേപ്പാളിന്റെ അത് വീണ്ടും ഹിന്ദു രാജ്യം ആവണമെന്നുള്ള വിപ്ലവം അവിടെ നടന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ? രോഹിംഗ്യ മുസ്ലിങ്ങൾ കാണിക്കുന്ന അക്കുൽസിത വൃത്തികൾ കൊണ്ട് സഹികെട്ടു രാഷ്ട്രം. ഇത് തന്നെ വിവേകമുള്ള മുസ്ലിങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഭീകരവാദം, ജിഹാദിസം, ഇസ്ലാമിസം ഇതൊക്കെ അഴിച്ചുവിട്ടാൽ, പൊളിറ്റിക്കൽ ഇസ്ലാം
ഇത് അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവും, താങ്ങാൻ പറ്റുകയില്ല നിങ്ങൾക്കൊന്നും. അവരെ വിവേകമുള്ളവർ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എന്താ MN കാരശ്ശേരി തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഈ മതദേഹം ഉപേക്ഷിക്കണമെന്ന്. അതായത് പർദ്ദ ഇട്ട് നടക്കുന്ന പരിപാടി, പർദ്ദ സ്ത്രീകളെ അടിച്ചേൽപ്പിക്കുന്ന പരിപാടി നിർത്തണം. അത് സ്ത്രീകളോടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ്. തീർച്ചയായിട്ടും MN കാരശ്ശേരിയെ പോലുള്ള വിവേകശാലികൾ ഇപ്പൊ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതൊരു സാമൂഹിക പരിവർത്തനത്തിലേക്ക് പോകും. നിങ്ങളുടെ ഈ ഭീരുത്വം ഉണ്ടല്ലോ കണ്ട് ജനങ്ങൾ ലജിക്കും. അതാ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് മോദിയെയോ അമിത്ഷായെയോ വിലയിരുത്താനുള്ള ധാർമ്മികമായിട്ട് യാതൊരു അവകാശവും ഇല്ല. അവിടെ കിടന്ന് കൂക്കി വിളിക്കുന്നത് നായ്ക്കളെ പോലെ ഊരിയിടാൻ ആർക്കാണ് പറ്റാത്തത്? കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചർച്ചയിൽ നിന്ന് നിങ്ങളാണ് ഒളിച്ചോടുന്നത്. അമിത്ഷാ അല്ല ഇൻഷാ അല്ല, ഉറപ്പായിട്ടും അത് തന്നെയാണ് സംഭവം. ആലോചിച്ച് നോക്ക് സാറേ, ഈ പറയുന്ന പോലെ ജഡ്ജിമാരുടെ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ബില്ലിൽ ചർച്ച നടക്കുന്നു. നമ്മുടെ ഇവിടുന്നുള്ള MP A റഹീം കടലാസിൽ എഴുതി കൊണ്ടുപോയി അവിടെ പറയുന്നത് ബീഹാറിലെ AK-47 ഉപയോഗിച്ചതിനെ കുറിച്ചാണ്. ആലോചിച്ച് നോക്കൂ, ഇവരുടെയൊക്കെ ഒരു അറിവിൻ്റെയോ അല്ലെങ്കിൽ ഈ പഠിക്കാനുള്ള ഒരു ക്ഷമ പോലുമില്ല. എന്തിനെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നതെന്നുള്ളത് ഒന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഭാഷയില്ല. ഭാഷ വിടൂ, ഭാഷ നമ്മൾ ഒരു പരിഹാസ ബിന്ദുവായി എടുക്കുന്നില്ല. പക്ഷേ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ സാറ് ഇപ്പം രാവിലെ എന്നോട് വന്ന് നമ്മൾ തമ്മിൽ പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് തുടങ്ങി ചർച്ച. ഞാനിവിടെ നമ്മുടെ മഹാചിപ്സിൽ പാലട ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് സാറിനോട് സംസാരിക്കുന്നതെങ്കിൽ എന്തൊരു അസംബന്ധമായിരിക്കും അത്, അല്ലേ? അതാണ് ഇവിടെ പാർലമെന്റിൽ നടക്കുന്നത്. ഇനി സാറേ, എനിക്കൊരു സംശയമുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭീകരവാദ ഭീഷണി ഉയർത്തുന്ന ഒരു ഭീകരവാദ രാഷ്ട്രമാണ് പാകിസ്ഥാൻ, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ പാകിസ്ഥാനിലുള്ളതിനേക്കാളും പാകിസ്ഥാൻ അനുകൂലികൾ നമ്മുടെ ഭാരതത്തിലുണ്ടോ? 2 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയിലെ മുഹമ്മദ് റംസാൻ പാക് അധിനിവേശ കാശ്മീർ അത് നമ്മുടെ ഭാഗമാണെന്ന് നാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പൗരന്മാരെ ഇപ്പോൾ സാറ് പറഞ്ഞു ഇന്ത്യക്കാർ തന്നെയാണ് അവർ എന്ന് പറഞ്ഞ ആ പ്രദേശം പ്രത്യേകം ഒരു രാജ്യമാണ്, അത് തൽക്കാലം പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിൽ മാത്രം ഇരിക്കുന്നു എന്നുള്ളൊരു പ്രസ്താവന നടത്തി രൂക്ഷമായ വിമർശനമൊക്കെ ഉണ്ടായി. ഇവിടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറ് തന്നെ പറഞ്ഞതുപോലെ വയനാട്ടിലും മലപ്പുറത്തുമൊക്കെയുള്ള വോട്ട് ബാങ്ക് പേടിച്ച്, വോട്ട് ബാങ്കിനെ ഭയന്ന് ഓൾ ഐസ് ഓൺ ഗാസ, ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറയുന്നവർ പാക് അധിനിവേശ കാശ്മീരിനെ കാണുന്നില്ല, പഹൽഗാമിനെ കാണുന്നില്ല. എന്തിന്? മലയാളിയായ ഒരു നേഴ്സ് ഇസ്രായേലിൽ ഹമാസ് ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ എങ്ങനെ ആ നേഴ്സ് കൊല്ലപ്പെട്ടു എന്ന് പറയുവാനുള്ള ധൈര്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് സാർ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്തും വയനാടുമുള്ള നിഷ്കളങ്കരായ ഒരുപാട് ജനങ്ങളുണ്ട്. അതെ, സ്വന്തം മകൻ പാകിസ്ഥാന് വേണ്ടിയിട്ട് ജമ്മു കാശ്മീരിൽ ഭീകരവാദം നടത്തിയെന്നറിഞ്ഞ ഉമ്മ അവനെ വെടിവെച്ച് കൊന്നു. അവന്റെ മയ്യത്ത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ അമ്മയുണ്ട്. അതാണ് ഇന്ത്യൻ ദേശീയതയുള്ള മുസ്ലിങ്ങൾ. ധാരാളം പേരുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്തും. ചിലർ നമ്മളെ ഒറ്റുകൊടുത്തു, ജിന്നയെ പോലുള്ള ചിലർ നമ്മളെ ഒറ്റുകൊടുത്തു, വഞ്ചു. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അലി സഹോദരന്മാരെ ഒറ്റുകൊടുത്തു, സിറാജ് ദൗളയെ പോലുള്ള ആൾക്കാർ ഒറ്റുകൊടുക്കുന്നത് പോലെ ചെയ്തു, ശരിയാണ്. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ഇന്ത്യൻ ദേശീയതയോട് ഒപ്പം നിൽക്കുന്നു. അതുകൊണ്ടാണ് യോഗി ജയിക്കുന്നത് ഉത്തർപ്രദേശിൽ. ആ ദേശീയതയെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു സമൂഹത്തെ ഈ സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ഈ രാഷ്ട്രീയക്കാർ തന്നെയല്ലേ പറഞ്ഞു പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ദേശീയത പാടില്ല, നിങ്ങൾ വിഘടനവാദികളായിട്ട് നിന്ന് സംഘടിച്ചു നിൽക്കണം, എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ പീഡിപ്പിക്കാനെന്ന് പറഞ്ഞ്. ശരിക്കും അങ്ങനെയല്ലേ ഇതിന്റെ ഒരു കളി നടക്കുന്നത്? അതെ അതെ, അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ നിങ്ങൾക്ക് RSS ഭീകരവാദമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് ഒരു സുരക്ഷിത ബോധം ഇല്ലാതാക്കി മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് BJPക്ക് എതിരാക്കാനുള്ള ശ്രമം, അത് ഏറ്റവും ദേശവിരുദ്ധമായ ശ്രമം നടക്കുന്നത്. ഇനി ഞാൻ ചൗധരി മുഹമ്മദ് റംസാൻ പറഞ്ഞതിനെ, അയാൾ അവിടുത്തെ ഒരു സംസ്ഥാന മന്ത്രി, അതല്ലല്ലോ നമ്മുടെ നയം. രാജ്യരക്ഷാ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ലീവ് വിടുക, സ്റ്റേഷൻ വിടുക, സ്റ്റാൻഡ് വിടുക. POJK എന്ന് പറയുന്ന പാക് ഓക്കുപൈഡ് ജമ്മു കാശ്മീരിൽ നിങ്ങൾ സ്ഥലം വിടണം. ആദ്യമായിട്ടാണ് ഇന്ത്യ അങ്ങനെ പ്രതികരിക്കുന്നത്. വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ തന്നെ പറഞ്ഞു, ഇനി പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ച തുടങ്ങുന്നത് പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തിന് എന്ന് കൈമാറും എന്നുള്ള ചർച്ച. ഈ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. ഇപ്പൊ അടുത്ത സ്റ്റെപ്പായിരിക്കുന്നു. അതായത് നിങ്ങൾ വിട്ടുപോകണം, നിങ്ങൾ അവിടെ നടത്തുന്നത് പ്രഹസനമാണ്, തെരഞ്ഞെടുപ്പല്ല. അതുകൊണ്ട് അവിടുത്തെ പൗരന്മാരെ ഇനി കൊല്ലാതെ അവരാവശ്യപ്പെട്ടു, അതാ ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേരണം, ഇന്ത്യ ഇടപെടണം. ഇന്ത്യ ഇടപെട്ടു, നിങ്ങൾ സ്ഥലം വിട്ടോളൂ എന്നുള്ള വാണിംഗ് കൊടുത്തു. ഇതുവരെ പ്രോക്സി വാർ നിർത്തണേ, നിഴൽ യുദ്ധം നിർത്തണേ എന്നും പറഞ്ഞ് കരഞ്ഞ് താണ് വീണ് കേണപേക്ഷിച്ച കോൺഗ്രസിന്റെ നയം ഇവിടെ നിൽക്കുന്നു. പ്രോക്സി വാർക്കിനെ അവിടുന്ന് തുടച്ചു നീക്കിക്കൊണ്ട്
ഇന്ത്യയുടെ ഭാഗം, ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള പ്രദേശം ഓക്കുപ്പൈ ചെയ്യുന്ന നിങ്ങൾ അവിടെ നിന്ന് പോകണമെന്ന് ധൈര്യം കാണിക്കുന്ന ഒരു ഗവൺമെൻറ്. ഈ ധൈര്യം എവിടെ നിന്ന് വരുന്നു? ജനങ്ങളോടുള്ള കൂറുകൊണ്ട്, നിങ്ങളുടെ അധികാരത്തോടും അഴിമതിയോടുമുള്ള കൂറുകൊണ്ടുണ്ടാകുന്നതാണ്. അതിനുള്ള ആർത്തിയാണ് നിങ്ങളെ നയിക്കുന്നത്. ഇത് ആർത്തിയല്ല നയിക്കുന്നത്, ധൈര്യം, ദേശത്തോടുള്ള സ്നേഹം. അതിനാൽ പ്രചോദിതരായി മഹാത്മാഗാന്ധിയെ പോലെ തന്നെ ചന്ദ്രശേഖർ ആസാദിനെ പോലെ, ഭഗത് സിംഗിനെ പോലെയുള്ള ധൈര്യമാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾക്കറിയില്ല അതെന്താണെന്ന്. രാഹുൽ ഗാന്ധിക്ക് അറിയില്ല, പ്രിയങ്ക ഗാന്ധിക്ക് അറിയത്തില്ല. ഇവിടെ സൂപ്പർ പ്രൈം മിനിസ്റ്ററായിട്ട് ഭരിച്ച് ഗൂഢമായിട്ടൊരു പ്രോക്സി ഭരണം നടത്തിയിരുന്ന സോണിയാഗാന്ധിക്ക് അതറിയില്ല. ഈ ദേശത്തെ ഇവിടുത്തെ പൗരന്മാരെ സ്നേഹിക്കുന്നവർക്ക്, ഈ നാടിൻ്റെ സംസ്കാരത്തെ തൊട്ടറിയുന്നവർക്ക് അത് മനസ്സിലാവും. തീർച്ചയായിട്ടും ഈ സാർ ഇപ്പോൾ പറഞ്ഞ സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോൾ UPA സർക്കാരിലേക്ക് തിരിച്ചു പോയാൽ, മുംബൈ ഭീകരാക്രമണം നടന്ന് ഒരു 6 മാസങ്ങൾ 6 or 8 മാസങ്ങൾ കഴിയുന്നതിനിടയിൽ പാകിസ്ഥാന് പ്രളയ ദുരിതാശ്വാസമായിട്ട് $28 മില്യൺ, 28 ആണോ 56 ആണോ ഞാൻ കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞു, എന്തായാലും വലിയൊരു തുകയാണ് ഭാരതം സാമ്പത്തിക സഹായമായിട്ട് നൽകിയത്. ആലോചിച്ച് നോക്കൂ, 6 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാമ്പത്തിക തലസ്ഥാനത്ത് ഭീകരാക്രമണം നടത്തിയ ഒരു രാജ്യത്തിന് സാമ്പത്തിക സഹായം നൽകുന്നത് അവർ കൊടുത്തത്, നമ്മുടെ UPA സർക്കാർ കൊടുത്തത്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്തതല്ല. പാകിസ്ഥാന് ഏത് തരത്തിലുള്ള ദുരിതാശ്വാസ ഫണ്ടോ സഹായ ഫണ്ടോ ലഭിച്ചാലും അത് അവരെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനാണ്. അതെ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഇവരുടെ ഈ വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ കൂടി നടത്തിയ ശ്രമമാണ്. അതാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് ഭീരുത്വം എന്ന് പറയുന്നത്. അത് വേറെ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇന്ത്യൻ സംസ്കാരം ഉള്ളതുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കുന്നത്. ഇനി വേറൊരു കാര്യം, നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യത്തിലേക്ക് പോവാം. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞ കാര്യമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷമായി മാറിയിരിക്കുന്നു ഹർ ഘർ തിരങ്ക എന്ന് പറയുന്ന പ്രസ്ഥാനം. അത് രാജ്യസ്നേഹത്താൽ പ്രചോദരായി ഇന്ത്യയിലെ എല്ലാ മതങ്ങളിലും പെട്ടവർ ഉയർത്തുന്ന കൊടി. ആ കൊടി, ഓരോ വീട്ടിലും നിന്നുള്ള കൊടി ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷമാക്കി, നമ്മുടെ അഭിമാനമാക്കി മാറ്റിയിരിക്കുന്നു. ഇതാണ് രാജ്യസ്നേഹം. ഇതുകൊണ്ടാണ് മോദിയോടൊപ്പം ജനങ്ങൾ നിൽക്കുന്നത്. ഒരു ബംഗൂറിൽ തോറ്റതുകൊണ്ട് ഇല്ലാതാവുന്ന അല്ല രാജ്യസ്നേഹം. ആ രാജ്യസ്നേഹം നമ്മുടെ പൗരന്മാരെ ഭരിക്കുന്നിടത്തോളം കാലം മോദി തന്നെ ജയിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും തലകുത്തി നിന്നാലും അധികാരത്തിൻ്റെ ഒരു ലേശം പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ കാണിക്കുന്ന ഷോ ഉണ്ടല്ലോ, പാർലമെൻറ്റിനകത്തോട് നടത്തുന്ന ഈ സ്തംഭനം, അത് മാത്രമേ നിങ്ങൾക്കറിയൂ. അവിടെ ചർച്ചയിൽ പങ്കെടുക്കാനോ എന്തെങ്കിലും അർത്ഥമുള്ള വാക്കുകൾ ഉച്ചരിക്കാനോ നിങ്ങൾക്കറിയില്ല. അതിൻ്റെ ഒരു പാപ്പരത്വമാണ് നിങ്ങൾ കാണിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇനി നിങ്ങൾ പാർലമെൻറ്റ് കാണില്ല. ഇവിടെ ഈ ബഹളം കൂട്ടുന്ന രാക്ഷസന്മാർ ഇനി പാർലമെൻറ്റ് കാണില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അത് നമുക്ക് നാളെ കാണാം. തീർച്ചയായിട്ടും. എന്തായാലും സാർ, ഇപ്പോൾ സ്വാതന്ത്ര്യദിനം വരുന്നു. നമ്മുടെ കൂട്ടക്കൊലയുടെ വിഭജനത്തിൻ്റെ ഭീതികൾ ഉണർത്തുന്ന 14-ാം തീയതി വരുന്നു. അതിനിടയിൽ ഭാരതത്തിൻ്റെ ഒരു സുരക്ഷാ ഭീഷണി, ഭാരതത്തിൻ്റെ ഉള്ളിലൊരു സുരക്ഷാ ഭീഷണി, ആഭ്യന്തര കലഹവും ഒക്കെയായിട്ട് കൊണ്ടെത്തിക്കുവാനായിട്ട് പാറ്റകളെ പോലുള്ളവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നു. അപ്പോൾ എന്തായാലും വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സന്ദർഭമാണ് ഓരോ ജനങ്ങളും കടന്നു പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെ പോകും ഇതിന്റെ ഒരു വികസനം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം കൂടുതൽ ചർച്ചകൾ ഇത് ഓരോ വിഷയവും സാറിന്ന് പ്രതിപാദിച്ച പാക് അധിനിവേശ കാശ്മീർ ആണെങ്കിലും, സിന്ധു ദേശത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളിയാണെങ്കിലും, ഖൈബർ പഖ്തൂൺ മേഖലയിലെ പ്രശ്നങ്ങളാണെങ്കിലും, ബലൂചിസ്ഥാൻ ആണെങ്കിലും, ഇത് ഓരോന്നും പ്രത്യേകമായിട്ട് എടുത്ത് നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ചർച്ച ചെയ്താലും തീരാത്ത വിഷയങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള നമ്മുടെ കുത്തിത്തിരിപ്പുകാർ, അതെ, അവരെക്കുറിച്ചുള്ള ചർച്ചകൾ എന്തായാലും വരും ദിവസങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. എന്തായാലും ഇന്നത്തെ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അവസാനമായ ഒരു കാര്യം കൂടി പറയും. ന്യൂസാണ്, അനാലിസിസ് അല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത പ്രകാരം ഷഹബാസ് ഷെറീഫ്, പാക് പ്രധാനമന്ത്രി, ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് പോയിരിക്കുക. അവർ തമ്മിലാണല്ലോ ഒരു കരാറുള്ളത്, ഒരു സ്ട്രാറ്റജിക് കരാറുള്ളത്, തന്ത്രപരമായ കരാർ. അപ്പോൾ ഇപ്പോൾ തുർക്കിയെ, അതുപോലെ തന്നെ സൗദി അറേബ്യ, ഇവരെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ അവിടുത്തെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ബംഗ്ലാദേശിലെ പോലെ അന്ന് നമ്മുടെ ഭാഷാ പ്രശ്നത്തിലുണ്ടായൊരു കലാപം ഉണ്ടല്ലോ, ബംഗ്ലാദേശിന് അവരുടെ ഭാഷ വേണമെന്നുള്ളതിൽ പാക് പട്ടാളം അയൂബ് ഖാൻ്റെ നേതൃത്വത്തിൽ അടിച്ചമർത്തിയതുപോലെ ഒന്നിലേക്കാണ് പാകിസ്ഥാൻ ഇനി പോകുന്നത്. അതിൻ്റെ അവസാന നാളുകളായി എന്നാണ് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ടുക്കടേ ഭാരത് തേരെ ടുക്കടേ എന്ന് പറഞ്ഞത് ഇൻഷാല്ലാ എന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ലാ കേട്ടത് പാകിസ്ഥാൻ എന്നാണ്. അതും ഭാരതത്തിന്റെ ഭാഗം തന്നെയായിരുന്നല്ലോ. ടുക്കടേ ഇപ്പൊ അനുഭവിക്കുന്നത് പാകിസ്ഥാനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയോളൂ. തീർച്ചയായിട്ടും. എന്തായാലും വളരെ നന്ദി സാർ. അടുത്ത ചർച്ചയ്ക്ക് വീണ്ടും കാണാം. നമസ്കാരം.